സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ അറിയിക്കാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം വയനാട് ചൂരൽമലയിലെ ടൗൺഷിപ്പ് പദ്ധതി കാണാനായിട്ട് മമ്മൂക്ക ആ ഒരു വയനാട് ചൂരൽമലയിലേക്ക് പോവുകയും ആ ഒരു ടൗൺഷിപ്പ് പദ്ധതി കാണുന്നതിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന ചില സംഭവങ്ങൾ, അതായത് കെ റഫീഖ് എന്ന് പറയുന്ന ജില്ലാ സെക്രട്ടറിയുടെ അടുത്ത് മമ്മൂക്ക മോശമായിട്ട് സംസാരിച്ചൊരു കാര്യം നമ്മൾ കണ്ടതാണ്. അതായത് എൻ്റെ കൂടെ നിങ്ങൾ നടക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ അങ്ങോട്ട് മാറി നടക്കുക, എനിക്ക് ഒറ്റയ്ക്ക് വരാനായിട്ട് അറിയാം, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയല്ല വന്നതെന്നുള്ള മമ്മൂക്കയുടെ ഒരു ധാർഷ്ട്യം മമ്മൂക്ക അവിടെ കാണിച്ചതിനെ പറ്റിയും അതിനുശേഷം അതിനെപ്പറ്റി ഒരു വലിയ രീതിയിൽ തന്നെ ചർച്ചകൾ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും എല്ലാം ഒരുപാട് രീതിയിൽ അരങ്ങേറുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കാണുകയുണ്ടായി. അത് മമ്മൂക്ക വളരെ മോശപ്പെട്ട ഒരു വ്യക്തിയാണ്. ജന്മിയുടെ ഒരു സ്വഭാവമാണ് മമ്മൂട്ടിക്ക് ഒരുപാട് പണമുള്ളതിൻ്റെ അഹങ്കാരമാണ്, അഹന്തയാണ്. അങ്ങനെയുള്ള ചിന്താഗതിയുള്ള ഒരാളാണ് മമ്മൂട്ടി. ഇത്രയും നാളും ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളും പ്രവൃത്തികളും എല്ലാം വെറുതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടും ആളുകളെ മണ്ടന്മാരാക്കാൻ വേണ്ടിയിട്ടും ഉള്ളതായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെയാണ് സൈബർ ഇടങ്ങളിൽ ഒരുപാട് പോരാളി മക്കളെല്ലാം കൂടി കിടന്നിട്ട് വലിയ രീതിയിൽ മെഴുകിക്കൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ മമ്മൂക്ക എന്താണ് ചെയ്യുന്നതെന്നും മമ്മൂക്ക എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നതെന്നും ഇത്രയും നാൾ എന്തൊക്കെയാണ് നമ്മുടെ കേരളത്തിന് വേണ്ടി ചെയ്തതെന്നും ഒന്നും മനസ്സിലാക്കാതെ, നാളിതുവരെ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ചെയ്ത പ്രവൃത്തികളെ പറ്റി ഒന്നും മനസ്സിൽ ചിന്തിക്കാതെ ആ ഒരു ചെറിയ വിഷയം കൊണ്ട് തന്നെ മമ്മൂക്ക അങ്ങ് ഇല്ലായ്മ ചെയ്യാനായിട്ട് ശ്രമിച്ച ഒരു കൂട്ടം ആളുകളുടെ മെഴുകലും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും കൂടുതൽ മെഴുകുന്നതെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്തിൻ്റെ പേരിലാണ് മെഴുകുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ജാതി, അദ്ദേഹത്തിൻ്റെ മതം, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം, ഇതെല്ലാം പ്രശ്നമായിട്ടുള്ള അദ്ദേഹം തന്നെ ഒരു വലിയൊരു പ്രശ്നമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് അദ്ദേഹത്തിനെതിരെ ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പം അന്ന് തന്നെ ഈ വിഷയം നടന്നത്, മമ്മൂക്ക അവിടെ പോയിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു. പിന്നീട് അതിനുശേഷം കെ റഫീഖിന്റെ പോസ്റ്റുകൾ നമ്മൾ കണ്ടു, ഫേസ്ബുക്ക് പോസ്റ്റ്. മമ്മൂക്ക അങ്ങനെ പറഞ്ഞതിൽ വിഷമമൊന്നുമില്ല, മമ്മൂക്ക തന്നെ വിളിച്ച് മാപ്പ് പറഞ്ഞിരുന്നു, അല്ലെ മമ്മൂക്ക എന്നെ വിളിച്ച് കോളിൽ വിളിച്ച് സംസാരിച്ചിരുന്നു എന്നൊക്കെയാണ് കെ റഫീഖ് പറഞ്ഞത്. അതിനൊക്കെ ശേഷം മമ്മൂക്കയെ പറ്റി പിഷാരടി പറയുന്ന ഒരു വാർത്ത ഞാൻ നിങ്ങളെ കാണിച്ചതാണ്. അതായത് ഓൾറെഡി കെ റഫീഖിൻ്റെ അടുത്തും കെ റഫീഖ് അടക്കമുള്ള അവിടെയുള്ള ആരാണോ ആ പാർട്ടിയുടെ ആ ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആ ആളുകളെ എല്ലാം വിളിച്ചിട്ട് ഞാൻ ഇന്ന് അവിടേക്ക് വരുന്നുണ്ട്, അത് തീർച്ചയായിട്ടും, അല്ലെങ്കിൽ അത് ശരിക്കും അതെൻ്റെ ഒരു വ്യക്തിപരമായ ആവശ്യമായതുകൊണ്ടാണ് ഞാൻ അവിടേക്ക് വരുന്നത്. ഒരിക്കലും എനിക്കൊരു പാർട്ടിയുടെ ഒരു അകമ്പടിയോ അല്ലെ അവിടെയുള്ള ആളുകളുടെ പ്രൊട്ടക്ഷനോ ഒന്നും വേണ്ട. ഞാൻ അവിടെയുള്ള സാധാരണപ്പെട്ട ആളുകളെ കാണാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. എൻ്റെ കൂടെ വേറെ ആരെയും ഞാൻ കൊണ്ടുവരുന്നില്ല. അപ്പം ഞാൻ മാത്രമായിട്ട് വരുന്നു, ഞാനത് കൂളായിട്ട് കണ്ടിട്ട് ഞാനിങ്ങ് തിരികെ വന്നോളാം എന്നുള്ള രീതിയിലാണ് മമ്മൂക്ക അവിടെ പറഞ്ഞു വെച്ചിരുന്നത്. അങ്ങനെ പറഞ്ഞൊരിടത്ത് മമ്മൂക്ക അവിടെ എത്തുമ്പോൾ മമ്മൂക്കയ്ക്ക് ഒരു അകമ്പടിയായിട്ട് കെ റഫീഖിനെ പോലെയുള്ള ആളുകൾ അവിടേക്ക് പോയതാണ് മമ്മൂക്കയെ ചൊടിപ്പിക്കാനുണ്ടായ കാരണം. ചൊടിപ്പിക്കാനുമില്ല, കാരണം മമ്മൂക്ക അവിടെ സ്നേഹത്തോടെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ആ കാര്യങ്ങൾ പറയുന്നത്. അദ്ദേഹത്തിന് എന്തും എവിടെയും എങ്ങനെ പറയണമെന്നുള്ള നല്ല ബോധ്യമുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അത്രയും മാധ്യമങ്ങളുടെ കണ്ണുകൾ ഇരിക്കുമ്പോൾ ഒരിക്കലും അദ്ദേഹം അങ്ങനെ പറയാൻ പാടില്ല എന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിയിട്ടില്ല. അദ്ദേഹം അത് ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. മമ്മൂക്കയെ പറ്റി മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നമ്മുടെ കേരളത്തിന് വേണ്ടിയിട്ട് മറ്റാര് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സംഭാവനകൾ ചെയ്യുന്ന, നമ്മുടെ സർക്കാരിന് വേണ്ടിയിട്ടും നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടും കേരളത്തിലുള്ള ഓരോ ദുരിതബാധിതർക്ക് വേണ്ടിയിട്ടും ഓരോ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുമൊക്കെ അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തികൾ, പുണ്യപ്രവൃത്തികൾ ഒരുപാടാണ്. അതപ്പോൾ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്തത്ര കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന ഒരു മനുഷ്യനെ ഈ ഒരു ചെറിയ കാര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കളിയാക്കുന്നത് വളരെ മോശകരമായിട്ടുള്ള, അല്ലെ വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥയാണെന്നാണ് പിണറായി വിജയൻ സഖാവ് പറഞ്ഞത്. അപ്പം മമ്മൂക്ക തികച്ചും മമ്മൂക്കയുടെ ഒരു പേഴ്സണൽ ആവശ്യമായിട്ട് അവിടെ വന്നത്. മമ്മൂക്ക ഒരുപാട് ദൂരത്ത് നിന്ന് ചെന്നൈയിലൊക്കെ പോയതിനു ശേഷം അവിടേക്ക് ഡയറക്റ്റ്ലി പറയുന്ന വയനാട്ടിലേക്ക് പോവുകയും അവിടെ ചെന്ന് മമ്മൂക്ക ഈ പറയുന്ന ദുരിതബാധിതരുടെ അല്ലെ ദുരന്തബാധിതരുടെ ആ ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ടൊക്കെ പോവുകയാണ് ചെയ്തത്. അങ്ങനെ പോയതിനെയൊക്കെ അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധിയെ വളച്ചൊടിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടന്നു. അതിനെല്ലാം അദ്ദേഹം പിന്നീട് മുഖ്യമന്ത്രിയെ വിളിച്ചും ഈ കെ റഫീഖിനെ വിളിച്ചുമൊക്കെ അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടുകൾ പറയുകയുണ്ടായി എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടു. ശരിക്കും പറഞ്ഞാൽ മമ്മൂക്ക മാപ്പൊന്നും വിളിച്ച് പറഞ്ഞല്ല, മമ്മൂക്ക കാര്യം ഒരിക്കൽ കൂടി അവരുടെ അടുത്ത് പറഞ്ഞു. എൻ്റെ അടുത്ത് ആരും വരണ്ട എന്നുള്ളത് ഞാൻ പറഞ്ഞാണ്, വീണ്ടും നിങ്ങൾ വന്നതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ പറയേണ്ടി വന്നതെന്ന് ഓൾറെഡി അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പിഷാരടിയും പറഞ്ഞത്, എവിടെ പോയാലും കൂടെ കൂട്ടുന്ന പിഷാരടിയെ പോലും ഈ ഒരു കാര്യത്തിൽ മമ്മൂക്ക കൂടെ കൂട്ടിയിരുന്നില്ല. കാരണം മമ്മൂക്കയ്ക്ക് തികച്ചും അത് ഒറ്റയ്ക്ക് പോകേണ്ട ഒരു കാര്യമായിരുന്നു. അതിന് പാർട്ടിയുടെ ഒരു മേലങ്കി അണിയിക്കലോ അല്ലെ പാർട്ടിയുടെ ഒരു ആളായിട്ട് നിൽക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും കെ റഫീഖിന് ഇപ്പോൾ അവിടുത്തെ വികസന പ്രവർത്തനങ്ങളെ പറ്റിയും കെ റഫീഖ് അവിടുത്തെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ റിപ്പോർട്ടർ ചാനൽ അവിടെ ചെന്നിട്ട് അന്ന് മമ്മൂക്ക ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ അന്ന് മമ്മൂക്ക ഈ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് തൻ്റെ ഇന്നത്തെ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ കെ റഫീഖ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ എന്തായാലും വീഡിയോ ഒന്ന് കാണിച്ചു തരാം, കണ്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. നമ്മുടെ അവിടുത്തെ സ്ഥാനാർത്ഥിയെ കണ്ടു, പ്രശാന്ത് മലവേലി. അപ്പൊ പ്രശാന്ത് മലവേലി ഇന്നലെ ബി.ജെ.പിയുടെ മറ്റൊരു നേതാവ് കൂടി പറയുന്നത് കേട്ടു, ഈ ടൗൺഷിപ്പ് നിർമ്മിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നല്ല, പകരം കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് മാധ്യമങ്ങൾ ഒളിച്ചു വെക്കുകയാണെന്നാണ് പറഞ്ഞത്. വലിയൊരു പ്രചരണം ബി.ജെ.പി നടത്തുന്നത്. എന്താ അഭിപ്രായം? തെറ്റായ പ്രചാരവേല നടത്തുകയാണ് അവർ. ഈ നിലയിലുള്ള തെറ്റായ പ്രചാരവേലയൊന്നും ഇവിടെ വിശ്വസിക്കാൻ പോകുന്നില്ല ആളുകൾ.
അതുമായി ബന്ധപ്പെട്ടുള്ള സൈറ്റ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഓരോ ഇനത്തിൽ എങ്ങനെ ചെലവഴിച്ചു എന്നത് സംബന്ധിച്ച്. SDRF-ഉം അതുപോലെ തന്നെ ഈ പറഞ്ഞ CMDRF-ഉം ഇത് രണ്ടിൽ നിന്നുമാണ് ഇതിനുള്ള ആവശ്യമായ പഠനം. കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഇതിൽ എന്ത് വേണമെങ്കിലും നിർമ്മിക്കാം എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് അതിൽ എടുത്തൂടെ എന്നാ ചോദിക്കുന്നത്. അതൊക്കെ എല്ലാവരും കാണുന്നുണ്ടല്ലോ. ഇവിടെ ദുരന്തബാധിതരുടെ ഒരു കടം, ആ കടം ഏറ്റെടുക്കാൻ ആകെ ചെറിയ തുക മതി. അതുപോലും ഏറ്റെടുക്കാൻ ഹൈക്കോടതി ഇടപെടലുണ്ടായിട്ട് പോലും, കോടതി ഇടപെടലുണ്ടായിട്ട് പോലും തയ്യാറാവാതിരുന്നവരാണ് അവർ. നമ്മൾ കണ്ടതാണല്ലോ. അവസാനം അതും സംസ്ഥാന സർക്കാർ ആ വായ്പ ഏറ്റെടുക്കേണ്ട അവസ്ഥയിലേക്കാണല്ലോ വന്നിട്ടുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള ഇതെല്ലാം ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ഇവരിങ്ങനെയുള്ള പ്രചാരവേല നടത്തിയത് കൊണ്ടൊന്നും ഇത് ആരാണിത് നിർമ്മിച്ചതെന്നും ആരാണിതിന് പിന്തുണ നൽകിയതെന്നും എല്ലാം ജനങ്ങൾക്ക് ബോധ്യമുണ്ട്, ദുരന്തബാധിതർക്കും ബോധ്യമുണ്ട്. എങ്ങനെ മറച്ചു വെക്കാൻ ശ്രമിച്ചാലും അതൊന്നും വിലപ്പോവില്ല എന്നുള്ളതാണ് സംബന്ധിച്ച്. താമസിക്കാനായിട്ട് ദീപക് ആൾക്കാർ ഇവിടെ ഇടയ്ക്ക് വന്ന് നോക്കി പോകുന്നുണ്ടോ ഈ താക്കോല് കിട്ടിയ? അതായത് ഈ ഉദ്ഘാടനത്തിന് ശേഷം അല്ലെങ്കിൽ അതിന് മുൻപും ദുരന്തബാധിത ആളുകളൊക്കെ സ്ഥിരമായിട്ട് ടൗൺഷിപ്പിൽ വരാറുണ്ട്. ഇതിന്റെ ഒരു നിർമ്മാണം ഞങ്ങൾക്ക് തൊട്ടടുത്ത് നിന്നാണ്. അത് മാത്രമല്ല റഫീഖ തുടക്കം മുതൽ ഇവിടെ സ്ഥിരമായിട്ട് വന്ന് ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തികളൊക്കെ വിലയിരുത്തുന്ന ആളാണ്. ഇപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ആശങ്കയുണ്ട്. കാരണം ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും വീട്ടിലേക്ക് എന്ന് ഒരുമിച്ച് കയറിക്കൂടാൻ പറ്റും എന്നുള്ള ആശങ്ക അവർ എപ്പോഴും പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പൊ അല്പസമയത്തുള്ള അവർ നമ്മളോടൊപ്പം ചേരും. പക്ഷെ ഏതായാലും റഫീഖ പറഞ്ഞ എത്രയും വേഗം വിഷുവിന് മുമ്പൊക്കെ ആയിട്ട് കയറിക്കൂടാന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവരിപ്പോൾ. റഫീഖ് അന്ന് മമ്മൂട്ടിയുമായിട്ട് ഇവിടെ വരുന്ന സമയത്ത് ഒരു വലിയ വിവാദമായി മാറിയല്ലോ പിന്നീട്. അപ്പൊ ആ സമയത്ത് മനസ്സ് ശരിക്കും ഒന്ന് സങ്കടപ്പെട്ടു. അല്ല, അതൊക്കെ ഞാൻ അതിൽ കൃത്യമായി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതാണ്. അതൊന്നും അങ്ങനെ മനസ്സ് വിഷമിക്കേണ്ട വിഷയങ്ങളൊന്നുമില്ല. അതൊന്നും യാദൃശ്ചികമായി സംഭവിച്ച കാര്യങ്ങൾ എന്നതിനപ്പുറത്തേക്ക് അതിലൊന്നും വലിയ പ്രാധാന്യമില്ല. അതല്ലല്ലോ വിഷയം. അദ്ദേഹം ഇവിടെ വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അദ്ദേഹം ഇതിനായി വന്നതാണ്. ലോകോത്തര നിലവാരമുള്ളൊരു ടൗൺഷിപ്പ് ഇവിടെ അങ്ങനെ ഇല്ല. അതൊന്നും അങ്ങനെ വേറെ ദുരുദ്ദേശപരമായി പറഞ്ഞതല്ല. നമ്മളത് ആ നിലയിൽ തന്നെയാണ് അതിനെ കണ്ടിട്ടുള്ളൂ. അത് വീണ്ടും അതിൽ പറയുന്നത് ശരിയല്ല. ഞാൻ അതിൽ എന്റെ ഒരു നിലപാട് വളരെ കൃത്യമായി തന്നെ പിറ്റേ ദിവസം തന്നെ വ്യക്തമാക്കിയാണ്. അത് കണ്ടില്ലേ, മമ്മൂക്ക അന്ന് പറഞ്ഞതിൽ തനിക്ക് എന്താണ് ബുദ്ധിമുട്ടുണ്ടായോന്ന് വീണ്ടും റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാർ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അതങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവേണ്ട കാര്യമൊന്നുമില്ല, ഓൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞതാണ്, ഞാൻ ഓൾറെഡി എൻ്റെ നിലപാട് വ്യക്തമാക്കിയതാണ്, മമ്മൂക്ക അത് പറയാനുണ്ടായ സാഹചര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായതാണ് എന്നൊക്കെയാണ് ആ പറയുന്ന റഫീഖ് എന്ന് പറയുന്ന മനുഷ്യൻ പറയുന്നത്. അന്ന് റഫീഖ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട സമയത്ത് ഒരുപാട് ആളുകളാണ് പാർട്ടിയേക്കാൾ മുകളിലാണ് റഫീഖ്, മമ്മൂട്ടിയേക്കാൾ മുകളിലാണ് പാർട്ടിയേക്കാളും മമ്മൂട്ടിയേക്കാളും ഒക്കെ മുകളിലാണ് റഫീഖ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ രംഗത്തേക്ക് വന്നിരുന്നു. എന്നാൽ പിഷാരടി ഒരു പ്രസ്താവനയുമായിട്ട് രംഗത്തേക്ക് വന്ന സമയത്താണ് നമുക്ക് മനസ്സിലായത് ഓൾറെഡി റഫീഖ് അടക്കമുള്ള എല്ലാ മുതിർന്ന നേതാക്കന്മാർക്കും അറിയാമായിരുന്നു, അല്ലെങ്കിൽ ആ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന എല്ലാ നേതാക്കന്മാർക്കും അറിയാമായിരുന്നു മമ്മൂക്ക അവിടേക്ക് വരുന്നുണ്ട്. പക്ഷെ അതിന് ഒരു പാർട്ടിയുടെ ഒരു പടച്ചട്ട ഇടാനായിട്ട് ആരും വരണ്ട എന്നുള്ളത് ഓൾറെഡി പറഞ്ഞതാണെന്ന് എല്ലാ ആളുകൾക്കും അറിയാമായിരുന്നു. എന്നിട്ട് കൂടിയും അങ്ങനെ പോയി അടുത്ത് നിന്നപ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കെല്ലാം ബുദ്ധിമുട്ടുണ്ടാകും. നമ്മൾ ചെയ്യരുതെന്ന് പറയുന്ന ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. ഏതൊക്കെ രീതിയിൽ പറയാമോ ആ രീതിയിലൊക്കെ നമ്മൾ പറയും. അപ്പം അങ്ങനെ ചെയ്തൊരു കാര്യത്തിനെയാണ് മമ്മൂക്ക അവിടെ എതിർത്തത്. അത് ശരിക്കും പറഞ്ഞാൽ മമ്മൂക്കയ്ക്ക് ഉണ്ടായ ഒരു ബുദ്ധിമുട്ട് മമ്മൂക്ക തുറന്നു പറഞ്ഞു, അത്രേ ഉള്ളൂ. അതിനെ ആ രീതിയിൽ കാണാതെ അതിനെ ഒരു വലിയ രീതിയിലുള്ള പ്രശ്നമാക്കി എടുത്തുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അത് അവരുടെ ചെയ്ത വികാരം എന്താണെന്ന് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും, നമുക്ക് മനസ്സിലാവും. ഞാൻ വേറൊരു പോസ്റ്റ് കണ്ടത് 1984 മമ്മൂക്ക ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ് വാങ്ങുമ്പോൾ ഈ കാണുന്ന ആരും തന്നെ അന്ന് സിനിമ ഫീൽഡിൽ ഇല്ലായിരുന്നു, ഈവൻ മോഹൻലാൽ അടക്കമുള്ള ആളുകൾ എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് അവരെല്ലാം ഫിലിം ഫെയർ അവാർഡ് വാങ്ങിയപ്പോൾ അവർക്കൊപ്പവും മമ്മൂക്ക ഫീൽഡിലുണ്ട്. അന്ന് സിനിമാ ഫീൽഡിൽ ആരും തന്നെ ഇല്ലാതിരുന്നപ്പോൾ ഇന്ന് മമ്മൂക്ക ആരൊക്കെ ഫിലിം ഫെയർ അവാർഡ് വാങ്ങുന്നുണ്ടോ അവരുടെ എല്ലാം ഒപ്പം മമ്മൂക്കയും ഉണ്ടെന്നുള്ളതാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അതായത് ഇതിൽ വേറെ കാര്യമുണ്ട്, പ്രായം കുറഞ്ഞ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ, അവരൊന്നും ആ സിനിമയിൽ പോലും, അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് കയറി വരുന്നുണ്ടായിരുന്നുള്ളൂ, അത് വേറെ കാര്യം. എന്ത് തന്നെയാണെങ്കിലും 16ഓളം ഫിലിം ഫെയർ അവാർഡ് തുടർച്ചയായിട്ട് വാങ്ങിയിട്ടുള്ള മനുഷ്യനാണ് മമ്മൂക്ക. അവാർഡിന്റെ കാര്യത്തിലാണെങ്കിലും അഭിനയത്തിന്റെ കാര്യത്തിലാണെങ്കിലും നല്ല പ്രവർത്തനങ്ങളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും മനുഷ്യത്വത്തിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും എല്ലാ തരത്തിലും എല്ലാ രീതിയിലും മുൻപന്തിയിൽ നിൽക്കുന്ന നല്ലൊരു മനുഷ്യൻ കൂടിയാണ് മമ്മൂക്ക. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അദ്ദേഹം ചെയ്യുന്നതും അദ്ദേഹം പറയുന്നതുമായിട്ടുള്ള പ്രവൃത്തികൾ ഇനിയും തുടരും. അതിനെ കാണുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുന്ന ആളുകൾ ഒരു സൈഡിലേക്ക് മാറിയിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ.